കഴിഞ്ഞ കുറേ നാളുകളായി ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് അത് നമുക്കറിയാം, യാത്രക്കാരെ ആകെ വലച്ച് പരിഹാരമില്ലാതെ തുടരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പാലിയേക്കര ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാത്തത് വലിയ യാത്രാ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. ദിനംപ്രതി അതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വാഹനങ്ങൾ തിരിച്ചുവിടാൻ പകരം സൗകര്യമൊരുക്കിയ ചെറിയ റോഡുകളും നവീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് ഉയർന്നു വരുന്ന മറ്റൊരു ആക്ഷേപം. ഈ വഴി സഞ്ചരിക്കേണ്ടി വന്ന എല്ലാവർക്കും ഈ ഗതാഗത കുരുക്കിൽ പെട്ട് ദുരിതം അനുഭവിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. ഇതെന്ന് പരിഹരിക്കും എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലെ ചോദ്യം. റിപ്പോർട്ട് കാണാം. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ മുരിങ്ങൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവാൻ തുടങ്ങിയിട്ട് നാളുകളായി. ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ ജോലികൾ തുടങ്ങിയതാണ് ഈ ഗതാഗതക്കുരുക്ക് ഇത്രമേൽ രൂക്ഷമാകാൻ കാരണമെന്നാണ് ആരോപണം. അതിനിടയിൽ ജനങ്ങൾക്കിടയിൽ ദേശീയപാത അതോറിറ്റിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം പുകയുകയാണ്. ചെറങ്ങര, ആമ്പല്ലൂർ, മുരിങ്ങൂർ, പേരാമ്പ്ര, കൊരട്ടി എന്നിവിടങ്ങളിലെല്ലാം റോഡുകളുടെ അറ്റകുറ്റപ്പണികളും അടിപ്പാത നിർമ്മാണവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുരിങ്ങൂരിൽ സർവീസ് റോഡിന്റെ മണ്ണിടിഞ്ഞതും സ്ലാബുകൾ തകർന്നതും ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. ഒരു മഴ വന്നാൽ മതി റോഡ് തോടാവാൻ. കൊരട്ടി പഞ്ചായത്ത് മേലൂരിൻ്റെ ഉൾപ്പെടെയുള്ള ഏരിയകളിൽ മുഴുവൻ ലോക്കൽ വഴികളെല്ലാം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ പലപ്പോഴും കളക്ടറുമായിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെ അതിൻ്റെ കാര്യങ്ങളൊന്നും അവർ ചെയ്തു തന്നിട്ടില്ല. നമ്മൾ ഇവർ ഹൈവേ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ എസ്റ്റിമേഷനൊക്കെ എടുത്ത് കൊടുത്തു ലോക്കൽ വഴികളുടെ. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് ടോള് നിർത്തി വച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്, ലോക്കൽ വഴികളൊന്നും നന്നാക്കി തരാൻ കഴിയില്ല എന്ന് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് പ്രാദേശികമായിട്ട് അവർ പറയാത്ത വഴികളിലൂടെയൊക്കെ വണ്ടി ഓടിച്ചാൽ അവർക്ക് ഉത്തരവാദിത്തമില്ല എന്നൊക്കെയുള്ള മുട്ടുന്യായങ്ങളാണ് പറയുന്നത്. ആശുപത്രികളിലേക്കും ആരാധനാലയങ്ങളിലേക്കും നിത്യജീവിത വൃത്തിക്കുമൊക്കെയായി നിരവധി ആളുകളാണ് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലൂടെ ദിവസേന കടന്നു പോകുന്നത്. ഇവരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. ബ്ലോക്ക് ഉണ്ട് ഫുൾ ടൈം. പിന്നെ അവിടെ മറ്റേ JCB ഒക്കെ എടുക്കുമ്പോൾ അവിടെ വഴി ബ്ലോക്ക് ആവണം. ആശുപത്രി, എയർപോർട്ടും ഒക്കെ പെട്ട് കിടക്കുന്നുണ്ട് ഇടയ്ക്ക്. മാറ്റം ഉണ്ടാവില്ല, മാറ്റം ഉണ്ടാവണില്ല. അത് പോലീസുകാരുള്ളവരും രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ കൊട്ടംകൊടുത്തും പോകാൻ ബുദ്ധിമുട്ടാണ്. പാലിയേക്കര ടോൾ താൽക്കാലികമായി നിർത്തിവെച്ച ഹൈക്കോടതി തീരുമാനം ഗതാഗതക്കുരുക്കിന് അയവ് വരുത്തിയിട്ടുണ്ട്. എങ്കിലും റോഡുകളുടെ ശോചനീയ അവസ്ഥയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. വഴിതിരിച്ചുവിട്ട വാഹനങ്ങൾ മൂലം പരിസര പ്രദേശങ്ങളിലെ ചെറിയ റോഡുകളും തകർന്നിരിക്കുകയാണ്. കൊരട്ടിയിലടക്കം ചെറിയ റോഡുകൾ നന്നാക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞിട്ടും പരിഹാരമില്ല. കൊരട്ടീനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ കൊരട്ടി പെരുന്നാൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇങ്ങനത്തെ റോഡുകൾ, പ്രാദേശിക റോഡുകൾ വളരെ ശോകമായ അവസ്ഥയാണ്. ഇപ്പോൾ പെരുമ്പി ശ്രാമ്പിക്കൽ വഴിയാണെങ്കിലും സുഗതി നൈപുണ്യ വഴിയാണെങ്കിലും എല്ലാം വളരെ ബുദ്ധിമുട്ട്. അത് ഇവരുടെ വാഹനങ്ങൾ, ഇത്രയധികം വലിയ വാഹനങ്ങൾ കൂടി അതിലൂടെ കടന്നു വന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ടോൾ പിരിവ് നിർത്തിവെച്ചതിനെ തുടർന്ന് ദേശീയപാത അതോറിറ്റിയുടെ പ്രതികാര നടപടികൾ ഉണ്ടാകുന്നുവെന്ന് ആരോപണം പരക്കുന്നുണ്ട്. പാലിയേക്കര ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ആവശ്യം കോടതിയുടെ മുമ്പിലുണ്ട്. ഈ മാസം 30-ന് കേസ് വീണ്ടും പരിഗണിക്കും. റോഡ് നന്നാക്കിയിട്ട് മതി ടോൾ പിരിവ് എന്ന ഹർജിക്കാരുടെ ആവശ്യം മുഖവിലയ്ക്കെടുത്താണ് താൽക്കാലികമായി ടോൾ റദ്ദാക്കിയ നടപടി നീട്ടിയത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയ പരിഷ്കാരങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. റോഡ് കുളമായി കിടക്കുമ്പോൾ കരപറ്റിപ്പോകാൻ സർക്കസ് കാട്ടുന്ന വാഹനങ്ങളുടെ ഗതികേട് കോടതി പോലും കണ്ടു. വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ കോടതി നിർദ്ദേശങ്ങൾ പോലും നേരെ ചൊവ്വേ പാലിക്കുവാൻ ദേശീയപാത അതോറിറ്റിക്ക് സാധിക്കുന്നില്ലെന്നാണ് മുഖ്യമായ ആരോപണം. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച് അമൽ സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ടോൾ പിരിവിന് വീണ്ടും നിരോധനം തുടരുകയാണ്. പക്ഷേ അവിടുത്തെ റോഡുകളുടെ ദുരവസ്ഥ ഇപ്പോഴും മാറിയിട്ടില്ല. അതിനിടയിൽ പലരും ചോദിക്കുന്നു, ജോസ്വിൻ ജോസഫ് ചോദിക്കുന്നു, വാഹനത്തിന് പിഴയിടാൻ ആളുണ്ട്, റോഡിലെ കുഴി അടയ്ക്കാൻ ആരുമില്ല. റോഡിലെ കുഴി അടച്ചിട്ട് ശേഷം മതി ഇനി ഈ ടോൾ പിരിവ് എന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിയമം മറ്റു കാര്യങ്ങളിൽ വാഹനങ്ങൾ നിയമം ലംഘിക്കാൻ നമുക്ക് അവകാശമില്ല. അതേസമയം തന്നെ വൃത്തിയായ നല്ല റോഡുകൾ അപകടരഹിതമായി യാത്ര ചെയ്യുക എന്നത് പൗരന്റെ അവകാശമാണ്. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്വവുമുണ്ട്. മറ്റൊരു
പ്രേക്ഷക ആശ ചോദിച്ചിരിക്കുന്നു, വയനാട്ടിൽ മഴയുണ്ടോ? ഞാൻ സിംഗപ്പൂർ ആയതുകൊണ്ട് ന്യൂസിലല്ലേ അറിയാൻ കഴിയുമെന്ന്. ആശ, വയനാട്ടിൽ ഇപ്പോൾ ഉള്ളത് ഗ്രീൻ അലേർട്ടാണ്. എന്ന് പറഞ്ഞാൽ നേരിയ മഴ, അങ്ങിങ്ങ് ചെറിയ തോതിലുള്ള മഴ എന്നതാണ് ഈ ഗ്രീൻ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പച്ച മുന്നറിയിപ്പാണ് വയനാട്ടിൽ നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയോ കനത്ത മഴയോ ഒന്നും വയനാട്ടിലില്ല എന്നതാണ്. വൈറ്റില ഹബിന്റെ റോഡിന്റെ ദയനീയാവസ്ഥ പരിഹരിക്കാൻ 24-ന് സാധിക്കുമോ? ധാരാളം യാത്രക്കാർ ആശ്രയിക്കുന്ന സ്ഥലമാണ് വൈറ്റില ഹബ് എന്ന് രവികുമാർ പറയുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സർക്കാരും അനുബന്ധ സംവിധാനങ്ങളുമാണ്. 24 പോലെയുള്ള മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സർക്കാരിൻ്റെയും അധികൃതരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. രവികുമാർ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ, അത് വളരെ സജീവമായി തന്നെ സർക്കാരിൻ്റെയും ഭരണകൂടത്തിൻ്റെയും അധികൃതരുടെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പ് മാത്രമേ പറയാൻ കഴിയൂ. പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.